നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കലാഭവൻ നവാസിന്റെ വിയോഗം ഇപ്പോഴും നമ്മുടെ ഇടയിൽ എല്ലാവരും ചർച്ച ചെയ്യാറുണ്ട്. കാരണം അദ്ദേഹം മരിച്ച 12ാം ദിവസം അദ്ദേഹം അഭിനയിച്ച ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് ഭാര്യയോടൊപ്പം അഭിനയിച്ച ഷോർട്ട് ഫിലിമിന്റെ അടക്കം ദൃശ്യങ്ങളും പാട്ടുകളും അതൊക്കെ തന്നെ യൂട്യൂബിൽ റിലീസ് ചെയ്യുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷവും അദ്ദേഹവുമായുള്ള ഓർമ്മകൾ അദ്ദേഹത്തിന്റെ കുടുംബം പങ്കുവയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സഹോദരനും നടനും സംവിധായകനും ഒക്കെയായ നിയാസ് ബക്കർ കലാഭവൻ നവാസിന്റെ അകാല മരണത്തിൽ ഹൃദയസ്പർശിയായ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ്. സഹോദരന്റെ ആകസ്മിക വിയോഗത്തിൽ നിന്നും കുടുംബം ഇതുവരെ മുക്തരായിട്ടില്ല എന്നാണ് നിയാസ് ബക്കർ വ്യക്തമാക്കിയത്. നമ്മൾ എത്ര ആരോഗ്യവാന്മാരാണ് എന്ന് വിചാരിച്ചാലും ശരീരം കാണിക്കുന്ന സൂചനകൾ തിരിച്ചറിയാനുള്ള മനസ്സ് കാണിക്കണം. അത് നാളത്തേക്കാകാം എന്ന ചിന്ത ഉണ്ടാകരുത്, നിയാസ് ഓർമ്മിപ്പിക്കുകയാണ്. കലാഭവൻ നവാസ് പൂർണ്ണ ആരോഗ്യവാനാണെന്ന ബോധ്യം കൊണ്ടായിരിക്കാം ശരീരം നൽകിയ സൂചനകൾ ശ്രദ്ധക്കുറവ് കാണിച്ചത് എന്ന് നിയാസ് ബക്കർ വിശ്വസിക്കുന്നു. മരണം അതിന്റെ സമയവും സന്ദർഭവും സ്ഥലവും കാലവും നിർണയിക്കപ്പെട്ട ഒന്നാണ് എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ആ വിശ്വാസമാണ് എന്റെ ആശ്വാസം. അതുകൊണ്ട് തന്നെ അവന്റെ മരണം എന്നെ കുറച്ചുകൂടി ശക്തനാക്കിയിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ജീവിതം എന്ന യാഥാർത്ഥ്യം ഞാൻ കുറച്ചുകൂടി ആഴത്തിൽ അറിയുന്നു, നിയാസ് എഴുതി. അനുജന്റെ വേർപാടിൽ തങ്ങളോടൊപ്പം നിന്ന എല്ലാവർക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. ശ്രദ്ധിച്ചാൽ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാമല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവർക്കും ആരോഗ്യപൂർണമായ ജീവിതം നേരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കലാഭവൻ നവാസിന്റെ വിയോഗം സിനിമാ ലോകത്തിലും ആരാധകർക്കും വലിയ വേദനയാണ് നൽകിയത്. ഈ സാഹചര്യത്തിൽ ശരീരത്തിന്റെ ആരോഗ്യ സൂചനകൾ പ്രാധാന്യം നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നിയാസ് ബക്കറുടെ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. എന്റെ അനുജൻ നവാസിന്റെ മരണത്തെ തുടർന്ന് ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു ഞങ്ങൾ കുടുംബം. ഇപ്പോഴും അതിൽ നിന്ന് മുക്തി ലഭിച്ചിട്ടില്ലെങ്കിലും മരണമെന്ന സത്യത്തെ നമുക്ക് അംഗീകരിച്ചല്ലേ പറ്റൂ. ഇപ്പോഴെങ്കിലും ഒരു കുറിപ്പ് എഴുതാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. മരണം അതിന്റെ സമയവും സന്ദർഭവും സ്ഥലവും കാലവും നിർണയിക്കപ്പെട്ട ഒന്നാണ് എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ആ വിശ്വാസമാണ് എന്റെ ആശ്വാസവും. അതുകൊണ്ട് തന്നെ അവന്റെ മരണം എന്നെ കുറെ കൂടി ശക്തനാക്കുകയാണെന്ന് ചെയ്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ ജീവിതമെന്ന യാഥാർത്ഥ്യം ഞാൻ കുറെ കൂടി ആഴത്തിൽ അറിയുന്നു. എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരോടായി എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ എത്ര ആരോഗ്യവാനാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ അസ്വസ്ഥതയുടെ ഒരു സൂചന കാണിച്ചാൽ അത് എന്താണ് എന്ന് അറിഞ്ഞിരിക്കാനുള്ള മനസ്സെങ്കിലും നമ്മൾ കാണിക്കണം. അത് നാളെയാകാമെന്ന ചിന്ത നമ്മളിൽ ഉണ്ടാകരുത്. എന്റെ നവാസ് പൂർണ്ണ ആരോഗ്യവാനാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അവന്റെ ബോധ്യവും അത് തന്നെയായിരുന്നു. അവന്റെ കാര്യത്തിൽ സൂചനകൾ ഉണ്ടായിട്ടും അവൻ അല്പം ശ്രദ്ധക്കുറവ് കാണിച്ചത് അതുകൊണ്ടായിരിക്കണം. മരണം നേതാവിന്റെ തീരുമാനം ആണെങ്കിലും ശ്രദ്ധിച്ചാൽ ആ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാമല്ലോ. കൂടുതലായി ഒന്നും പറയുന്നില്ല. എല്ലാവർക്കും ആരോഗ്യപൂർണമായ ഒരു നല്ല ജീവിതവും നന്മയും ഉണ്ടാകട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്റെ അനുജന്റെ വേർപാടിൽ ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളെ ആശ്വസിപ്പിക്കാനായി എത്തിയ മതരാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗത്തുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾക്കും നവാസിന്റെ മക്കൾ പഠിക്കുന്ന വിദ്യോദയ സ്കൂളിൽ നിന്നും ആലുവ UC കോളേജിൽ നിന്നും മക്കളെയും ഞങ്ങളെയും ആശ്വസിപ്പിക്കാനെത്തിയ കുഞ്ഞുമക്കൾക്കും അധ്യാപകർക്കും അന്നേ ദിവസം മയ്യത്ത് കുളിപ്പിക്കുന്നതിനും മറ്റ് സഹായങ്ങൾക്കുമായി ഞങ്ങൾക്കൊപ്പം നിന്ന മുഴുവൻ സഹോദരങ്ങൾക്കും പള്ളിക്കമ്മിറ്റികൾക്കും ഞങ്ങളുടെ സഹപ്രവർത്തകർക്കും കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും ദൂരെ പലയിടങ്ങളിൽ നിന്നും എത്തിയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സർവോപരി അവനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ലോകത്തിന്റെ നാനാഭാഗത്തുള്ള മുഴുവൻ സഹോദരങ്ങൾക്കും എൻ്റെ നിറഞ്ഞ സ്നേഹം. സത്യത്തിൽ ഈ ഒരു കുറിപ്പ് വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് കണ്ണ് നനയാതെ ഹൃദയത്തിൽ നിന്നും വരുന്ന ആ വാക്കുകൾ കാതോർക്കാതെ നിൽക്കാൻ നമുക്ക് കഴിയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. സത്യത്തിൽ ഈ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ കൂടുതൽ നമ്മുടെ കാര്യങ്ങളിൽ പണമുണ്ടാക്കുന്ന തിരക്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം നോക്കി നടക്കുന്ന തിരക്കിൽ നമ്മളെ കുറിച്ച് മറന്നു പോകുന്നു, നമ്മുടെ കാര്യത്തെക്കുറിച്ച് മറന്നു പോകുന്നു, നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് രോഗത്തെക്കുറിച്ചൊക്കെ മറന്നു പോകുന്നു. അങ്ങനെ മറക്കാതിരിക്കുക എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ കുറിപ്പ്.